ശബരിമല യുവതീ പ്രവേശന കേസിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടേ സുപ്രീം കോടതി ഇനി പിന്നോട്ടുള്ളൂ. സ്വാമി ശരണമയ്യപ്പ എന്ന ശരണം വിളിക്ക് ഫലമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിർണായകമായ നിരീക്ഷണമാണ് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസം തെറ്റാണെന്നൊരു കോടതിക്ക് എങ്ങനെ പറയാനാകുമെന്ന് ചോദിച്ചിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ ചോദ്യത്തിന് ആരുത്തരം പറയും? ഇടത് സർക്കാർ നൽകുമോ അതോ വി.ഡി. സതീശനും ചെന്നിത്തലയും നൽകുമോ? ഇവർക്കെല്ലാം വോട്ടിനായി മാത്രമാണ് ശബരിമല വേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അജണ്ടകളാണ്, ഇടത് വലത് അജണ്ടകൾ. അതാണല്ലോ എങ്ങാനും കിടന്ന രണ്ടെണ്ണത്തിനെ പോലീസ് സംരക്ഷണയിൽ സന്നിധാനത്തേക്ക് എത്തിച്ച് ഈ സാഹസം കാട്ടിയത്. ആ രണ്ടുപേരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടി പ്രേക്ഷകർ ഒന്ന് അന്വേഷിച്ചേക്കണം. പൊതു താൽപ്പര്യ ഹർജി നൽകിയത് വിഷയത്തിൽ ബന്ധമില്ലാത്ത കക്ഷി എന്നുകൂടി സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. വിഷയത്തിൽ ഹർജിക്കാരൻ്റേത് അനാവശ്യമായ ഇടപെടലാണെന്ന് നിരീക്ഷണത്തിലുണ്ട്. ഇത് സുപ്രീം കോടതിയിൽ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനെതിരെ നൽകിയ ആ ഹർജിയാണ്. സുപ്രീം കോടതി ആ ഹർജിയെ ചവിട്ടിക്കുട്ടി കുപ്പയിലെറിഞ്ഞിരിക്കുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭഗവാൻ അയ്യപ്പൻ്റെ ഏകക്ഷേത്രം ശബരിമല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് അവരുടെ വായിൽ നാക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഭക്തർ അവിടെ പോകുമ്പോൾ വ്രതം അനുഷ്ഠിക്കേണ്ടി വരുന്നത്. ഈ ബോധം ദേവസ്വം ബോർഡിന് അന്നേ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇടത് വിശ്വാസ സംരക്ഷകർ എന്നതിനപ്പുറം അത് മാറി യഥാർത്ഥ ശബരിമല വിശ്വാസികളുടെ സംരക്ഷകരായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ശബരിമലയ്ക്കും വിശ്വാസികൾക്കും ഇന്നീ ദുർഗതി ഉണ്ടാകുമായിരുന്നില്ല. ഏക ഉത്തരവാദി ഇടത് സർക്കാരിനേക്കാൾ ദേവസ്വം ബോർഡാണ്. നട്ടലില്ലാത്ത ബോർഡിൻ്റെ ഭരണ സംവിധാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങൾ അവസാനിച്ചിട്ടില്ല. ശബരിമലയിലെ സ്ത്രീകളെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല. 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അതിനാൽ ലിംഗവിവേചനമുണ്ടെന്ന് പറയാനാകില്ലെന്നും ദേവസ്വം ബോർഡ് ഇതാദ്യമായി തുറന്ന് വാദിച്ചിരിക്കുന്നു. എന്ത് പറ്റിയെന്നറിയില്ല, എങ്കിലും നല്ല കാര്യമാണ്. 10 വയസ്സിന് മുകളിലും 50 വയസ്സിന് താഴെയും വരുന്ന സ്ത്രീകൾക്ക് മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ കഴിയുമെന്നും ദേവസ്വം ബോർഡ് വലിയ ഒരു കണ്ടെത്തലായി കോടതി അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് സുപ്രീം കോടതി ഉന്നയിച്ചത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ചുകൊണ്ടുള്ള വാദങ്ങളാണ്. അതെ, യുവതീ പ്രവേശനത്തിൽ പുനഃപരിശോധന വേണമെന്ന് ദേവസ്വം ബോർഡ് തുറന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ദേവസ്വം ബോർഡിനായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് കഴിഞ്ഞ ദിവസം ഹാജരായത്. അപ്പോഴായിരുന്നു ബെഞ്ചിൻ്റെ നിർണായകമായ ചില റിമാർക്കുകൾ. ഹിന്ദുമതത്തിൽ ഓരോ ആരാധനാലയങ്ങൾക്കും പ്രത്യേക ആചാരമുണ്ടെന്ന സുപ്രധാനമായ നിരീക്ഷണം കഴിഞ്ഞ തവണ വാദം കേൾക്കുന്നതിനിടയിൽ സുപ്രീം കോടതി നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു പടി മുന്നിൽ കടന്നാണ് കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസം തെറ്റാണെന്ന് ഒരു കോടതിക്ക് എങ്ങനെ പറയാനാകും എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചിരിക്കുന്നത്.